കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. മോചനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉറപ്പ് നൽകിയെന്നാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എത്രയും വേഗം കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ആർച്ച് ബിഷപ്പും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. പിന്നെ കോൺഗ്രസ് എം പിമാർ, മറ്റു പാർട്ടികളെ എം പിമാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു. നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. ഇന്നാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു, ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ എം പീസിനോടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്, ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. അതിനിടെ രാജീവ് ചന്ദ്രശേഖരനെ ബി.ജെ.പി. ദേശീയ നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചു. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വിമർശനത്തിനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ.വി. ബാബു രംഗത്തെത്തിയിട്ടുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ദേശീയ നേതൃത്വം വിളിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഇദ്ദേഹം പോകുന്നത്, രാജീവ് ചന്ദ്രശേഖർ പോകുന്നത്? അതേത് സാഹചര്യത്തിലാണ്? അദ്ദേഹം ഇതിനോടകം തന്നെ കൂടിക്കാഴ്ചകളൊക്കെ നടത്തി ചില ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണല്ലോ മാധ്യമങ്ങളോട് പറഞ്ഞത്. അനുജ, ഈ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ച ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സഭാ നേതൃത്വവും അടക്കമുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോയത്. അതായത് ഈ സഭാ നേതാക്കളെ കാണാനുള്ള തീരുമാനം അത് ദ്രുതഗതിയിൽ എടുത്തതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്നലെയും ഇന്നുമായി വിവിധ സഭാ നേതാക്കളെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഇന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി ചർച്ച നടത്തി. അരമണിക്കൂറോളം അടച്ചിട്ട മുറിയിലായിരുന്നു ഈ ചർച്ചകൾ നയിച്ചത്. അതിൽ ഇരുവിഭാഗവും, അതായത് സഭാ നേതൃത്വം അവരുടെ ആശങ്കയും അതോടൊപ്പം തന്നെ തങ്ങൾ നടത്തിയ ഇടപെടൽ രാജീവ് ചന്ദ്രശേഖറും പത്മജ വേണുഗോപാലും അടക്കമുള്ള ബി.ജെ.പി. നേതാക്കൾ ധരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിലാണ് കേന്ദ്ര നേതൃത്വം വീണ്ടും രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. നാളെ രാവിലെയോടുകൂടി ഡൽഹിയിലെത്താൻ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് അദ്ദേഹം ബാംഗ്ലൂരിലേക്കായിരുന്നു യാത്ര തിരിക്കാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ യാത്രയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ആലോചനയുണ്ട് എന്നുകൂടി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുണ്ട്. എന്തായാലും ഇതിൽ പ്രധാനമന്ത്രിയുമായ ആഭ്യന്തരമന്ത്രിയുമായെല്ലാം അദ്ദേഹം സംസാരിച്ച സമയത്ത് ഈ ജാമ്യത്തെ എതിർക്കില്ല എന്നുള്ള ഉറപ്പാണ് ഛത്തീസ്ഗഡ് സർക്കാരിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാരണവശാലും ഈ ജാമ്യത്തെ എതിർക്കില്ല. പോലീസിന്റെ നടപടിയുമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഇനി കോടതിയിൽ നിന്ന് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഇവരെ പുറത്തിറക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ജാമ്യത്തെ എതിർക്കരുത് എന്നൊരു നിർദ്ദേശം അത് കേന്ദ്ര നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട്. അത് അവർ പാലിക്കും എന്ന വിശ്വാസമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇദ്ദേഹത്തെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഷോൺ ജോർജിനെ അടക്കം ഇതിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് പി.സി. ജോർജിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഷോൺ ജോർജിന് ഈ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഈ പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ ഏകോപന ചുമതല അത് സംസ്ഥാന പ്രസിഡന്റിലേക്ക് തന്നെ മാറുന്നു എന്ന് വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിരിക്കുന്നു. അനുജ, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് പോകും എന്നുള്ളതാണ് വിവരം. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.